ബിഗ് ബോസിന്റെ പുതിയ പവർ ടീമായിട്ട് ഡെൻ ടീം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പവർ ടീമിന്റെ അധികാരം കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചലഞ്ചിൽ വിജയിച്ചത് ഡെൻ ടീമാണ്. ആ ഒരു ചലഞ്ചിൽ മത്സരിച്ചത് ശ്രീതു ആണ്. ശ്രീതു അടിപൊളിയായിട്ട് തന്നെ മത്സരിച്ചു. ശ്രീതു 5 ബോളാണ് ബാസ്ക്കറ്റിൽ ഇട്ടത്. ആ ഒരു മത്സരം എങ്ങനെയായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു റോബോട്ടിക് ബാറ്റ്സ്മാൻ നിൽപ്പുണ്ട്. അതിങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും, കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ ടേബിളിലൂടെ ബോൾ എടുത്ത് ടേബിളിന്റെ തൊട്ടപ്പുറയുള്ള ഒരു ബാസ്ക്കറ്റിലേക്ക് ബോൾ ഇടുക എന്നതാണ് ടാസ്ക്. അപ്പോൾ ബോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ റോബോട്ട് സ്പിന്ന് ചെയ്ത് ആ ബാറ്റ് വെച്ച് ആ ബോൾ തട്ടിക്കളയും. അപ്പോൾ അതിന്റെ കറക്കത്തിന്റെ ആ ഒരു സ്പീഡ് മനസ്സിലാക്കി എറിഞ്ഞ് ആ ഒരു ബാസ്ക്കറ്റിലേക്ക് ഉരുട്ടി പന്തിടുക എന്നതാണ് ടാസ്ക്. അത് ശ്രീതു 5 എണ്ണം ഇട്ടു, പവർ ടീം 4 എണ്ണമേ ഇട്ടുള്ളൂ. അങ്ങനെ ആ ഒരു ടാസ്കിൽ ഡെൻ ടീം വിജയിച്ചിരിക്കുകയാണ്. ജിൻഡോയും ശ്രീതുവും അർജുനുമാണ് ആ വീട്ടിലെ പുതിയ പവർ ടീം അംഗങ്ങൾ. ശ്വേതയും സാബുമോനുമാണ് ആ ഒരു മത്സരത്തിലെ വിജയകർത്താക്കൾ. ആ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും വന്നിരുന്നു ആദ്യം. അപ്പോൾ എല്ലാവരും തന്നെ വന്ന് ബോൾ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാവരും തന്നെ സാബുമോൻ എല്ലാവരോടും പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കുക, ഞങ്ങൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ സാബുമോൻ അനൗൺസ് ചെയ്യുകയായിരുന്നു. ഡെൻ ടീം 5 ബോൾ ഇട്ടു, പവർ ടീം 4 ബോൾ ഇട്ടു. അങ്ങനെ ഈ മത്സരത്തിൽ വിജയിച്ചത് ഡെൻ ടീമാണ് എന്ന് സാബുമോൻ അനൗൺസ് ചെയ്തു. അങ്ങനെ ബിഗ് ബോസിന്റെ പുതിയ പവർ ടീമായിട്ട് ഡെൻ ടീം അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.